Good morning, students. എല്ലാവരും ക്ലാസ്സിന് റെഡിയല്ലേ? ഇന്ന് നമ്മളൊരു പുതിയ ടോപ്പിക്കാണ് പഠിക്കുന്നത്. കൊറോണ ആയത് കാരണം എല്ലാവരും വീട്ടിൽ തന്നെയല്ലേ? വീട്ടിൽ അമ്മയെ സഹായിക്കുന്നുണ്ടോ അടുക്കളയിൽ? എന്തൊക്കെ ചെയ്യാറുണ്ട് എന്നാ പറഞ്ഞേ? ചോറ് പാകമായോ എന്ന് അമ്മ എങ്ങനെയാ നോക്കുന്നേ? സ്പൂണിൽ ഒരല്പം ചോറെടുത്ത് നോക്കും. ഇനി സാമ്പാറാണെങ്കിലോ എരിവും പുളിയും ഉപ്പും ഒക്കെ ഉണ്ടോ എന്ന് അമ്മ എങ്ങനെ ചെക്ക് ചെയ്യും? ഒരു സ്പൂണിൽ ഒരല്പം സാമ്പാർ എടുത്തൊന്ന് രുചിച്ചു നോക്കും. അപ്പോൾ പാത്രത്തിലിരിക്കുന്ന മൊത്തം സാമ്പാറിന്റെ ക്വാളിറ്റി എന്താണെന്ന് നമുക്കറിയാൻ പറ്റും ഇല്ലേ? ഇതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ ബോഡി സെക്രീഷൻസ് അഥവാ സ്രവം, അതിന്റെ ഒരു ചെറിയ ക്വാണ്ടിറ്റി എടുത്ത് ചെക്ക് ചെയ്യാറുണ്ട്. എപ്പോഴാണെന്ന് മനസ്സിലായോ? ശരിയാണ്. നമ്മൾ എന്തെങ്കിലും രോഗാവസ്ഥയിൽ ആശുപത്രിയിൽ എത്തുമ്പോൾ നമ്മുടെ രക്തം പരിശോധിക്കാറുണ്ട്. വളരെ ചെറിയൊരു ക്വാണ്ടിറ്റി, ഒരു 2 ml മറ്റോ രക്തം എടുത്ത് ലാബിൽ പരിശോധിക്കുന്നു. എന്തിനാണത് ചെയ്യുന്നത്? നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടോ, നമ്മുടെ ബ്ലഡ് വാല്യൂസ് ഒക്കെ എങ്ങനെയാണ് എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഒരു ചെറിയ സാമ്പിൾ എടുത്ത് പരിശോധിക്കുന്നത്. ഈ സാമ്പിൾ കളക്ഷൻ, ബോഡി സെക്രീഷൻസ് അഥവാ നമ്മുടെ ബോഡിയിലെ സ്രവങ്ങളിൽ നിന്നുള്ള ഈ സാമ്പിൾ കളക്ഷനാണ് സ്പെസിമെൻ കളക്ഷൻ എന്ന് പറയുന്നത്. സ്പെസിമെൻ കളക്ഷൻ ജനറൽ ഡ്യൂട്ടി അസിസ്റ്റന്റ് കുട്ടികളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ഇത് എങ്ങനെയാണ് കളക്ട് ചെയ്യുന്നത്, എന്താണ് ഇതിന്റെ പ്രാധാന്യം, ജനറൽ ഡ്യൂട്ടി അസിസ്റ്റന്റിന് സ്പെസിമെൻ കളക്ഷനിലെ റോൾ എന്തൊക്കെയാണ്, ഇത്തരം കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത്. Definition. Specimen may be defined as a small quantity of a substance or object which shows the kind and quality of the whole sample. Specimen definition ആണ്, അതായത് ശരീരത്തിലെ മൊത്തത്തിലുള്ള ഒരു ബോഡി സെക്രീഷന്റെയോ ഡിസ്ചാർജിന്റെയോ മൊത്തം സവിശേഷതകളുമുള്ള ഒരു ചെറിയ അളവിനെയാണ് നമ്മൾ സ്പെസിമെൻ എന്ന് പറയുന്നത്. Specimen may be defined as a small quantity of a substance or object which shows the kind and quality of the whole sample. Why it is important? എന്തുകൊണ്ടാണ് സ്പെസിമെൻ കളക്ഷൻ ഇത്ര പ്രാധാന്യം അർഹിക്കുന്നത്? To maximize the outcome of lab test for the diagnosis of disease, lack of awareness and casual attitude hampers the diagnosis. ലാബ് വാല്യൂസിന് രോഗനിർണയത്തിൽ സുപ്രധാന പങ്കുണ്ട്. നമ്മൾ കളക്ട് ചെയ്യുന്ന സമയത്തുള്ള ഫോൾട്ടി വേസ് ഓഫ് കളക്ഷൻ, ശരിയായ രീതിയിലല്ല നമ്മൾ സ്പെസിമെൻ കളക്ട് ചെയ്യുന്നതെങ്കിൽ, എന്തെങ്കിലും തെറ്റായ മാർഗമാണ് സ്വീകരിക്കുന്നതെങ്കിൽ ഫലത്തിൽ അത് ലാബ് വാല്യൂസ് ഓൾട്ടർ ചെയ്യാനും അതുവഴി ശരിയായ രോഗനിർണയം സാധ്യമാകാതെ പോവുകയും ചെയ്യും. അതുകൊണ്ടാണ് സ്പെസിമെൻ കളക്ഷൻ വളരെ പ്രാധാന്യത്തോടുകൂടി ചെയ്യുന്നത്. Specimen consists of urine, sputum, stool and blood. സാധാരണയായി നമ്മുടെ ശരീരത്തിലെ എല്ലാ സ്രവവും സ്പെസിമെൻ ആയിട്ട് എടുക്കാറുണ്ട്. വളരെ കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന 4 എണ്ണത്തിന്റെ പേരാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. യൂറിൻ അഥവാ മൂത്രം, സ്പ്യൂട്ടം അഥവാ കഫം, സ്റ്റൂൾ അഥവാ മലം, ബ്ലഡ് അഥവാ രക്തം. Next we can see the prerequisites of collecting specimen. അതായത് ഏത് തരം സ്പെസിമെൻ ആണെങ്കിലും, യൂറിൻ ആയാലും സ്പ്യൂട്ടം ആയാലും സ്റ്റൂൾ ആയാലും ബ്ലഡ് ആയാലും, അതല്ല ശരീരത്തിലുള്ള മറ്റു പല സ്രവങ്ങളും നമ്മൾ ഇതുപോലെ ഉപയോഗിക്കാറുണ്ട്. ഉദാഹരണമായി സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ്, നമ്മുടെ ബോഡിക്കകത്ത് ഏത് സ്ഥലത്തുള്ള ഫ്ലൂയിഡ് വേണോ നമ്മൾ ഇതുപോലെ സ്പെസിമെൻ ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഏത് സ്പെസിമെൻ കളക്ട് ചെയ്യുന്ന സമയത്തും പൊതുവായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. Standard precautions while handling specimens or potentially infected specimen. നമുക്കറിയാം, നേരത്തെ നമ്മൾ യൂണിവേഴ്സൽ പ്രിക്കോഷൻസ് എന്നാണ് ഇത് പറഞ്ഞിരുന്നത്. സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻ, അതായത് സ്പെസിമെൻ കളക്ട് ചെയ്യുന്ന വ്യക്തിയിൽ നിന്നും മറ്റൊരാളിലേക്കോ അല്ലെങ്കിൽ കളക്ട് ചെയ്യുന്ന വ്യക്തിയിലേക്കോ ഒരു അണുബാധ ഉണ്ടാകാതിരിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. സ്പെസിമെൻ ഹാൻഡിൽ ചെയ്യുന്ന വ്യക്തി എപ്പോഴും ഗ്ലൗസ് ധരിച്ചിട്ടുണ്ടായിരിക്കണം. ഇൻഫെക്റ്റഡ് സ്പെസിമെൻ ആണ്, ബയോഹസാർഡ് ഉള്ള സ്പെസിമെൻ ആണെന്നുണ്ടെങ്കിൽ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് എല്ലാം യൂസ് ചെയ്യണം.
അതുപോലെ തന്നെ നമ്മൾ വർക്ക് ചെയ്യുന്ന വർക്ക് ഏരിയയിൽ ഏതെങ്കിലും സ്പെസിമെൻ വീണ് കണ്ടാമിനേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ അവിടെ 0.5% ബ്ലീച്ചോ അതല്ല ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന അപ്രൂവ്ഡ് ആയിട്ടുള്ള ഡിസിൻഫെക്റ്റന്റ് സൊല്യൂഷൻ ഏതാണോ അത് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യണം. Ensure that there is no leakage or visible contamination outside the specimen container. സ്പെസിമെൻ കണ്ടെയ്നറിന്റെ പുറത്ത് നമ്മൾ എടുത്ത സ്പെസിമെൻ ലീക്ക് ചെയ്ത് പുറത്തൊന്നും ഇരിക്കാൻ പാടില്ല. സാധാരണയായി നമ്മൾ സ്പെസിമെൻ കണ്ടെയ്നേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നതെല്ലാം വൈഡ് മൗത്ത് കണ്ടെയ്നേഴ്സ് ആണ്, അതായത് വാവട്ടം വലുതായിട്ടുള്ള കണ്ടെയ്നേഴ്സ് ആണ്. അപ്പോൾ കഴിയുന്നതും ഇത് കണ്ടെയ്നറിന്റെ പുറത്ത് പോകാതിരിക്കാൻ ശ്രദ്ധിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ടിഷ്യൂ യൂസ് ചെയ്ത് പുറം ക്ലീൻ ചെയ്യണം. The third is carry the specimen in trays rather than on hands. സ്പെസിമെൻ നമ്മൾ പേഷ്യന്റിന്റെ അടുത്ത് നിന്ന് വർക്ക് യൂണിറ്റിലേക്ക് കൊണ്ടുവരുമ്പോഴായാലും വർക്ക് യൂണിറ്റിൽ നിന്ന് ലബോറട്ടറിയിലേക്ക് കൊണ്ടുപോകുന്ന സമയത്തായാലും യാതൊരു കാരണവശാലും സ്പെസിമെൻ കണ്ടെയ്നർ കയ്യിലെടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അത് കളക്ട് ചെയ്യാനായിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ട്രേസ് ഉണ്ട്. ആ ട്രേസ് യൂസ് ചെയ്ത് വേണം സ്പെസിമെൻ നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ. Specimen for culture should be collected in sterile containers. ഏത് ടൈപ്പ് സ്പെസിമെൻ ആണെങ്കിലും കൾച്ചർ ആൻഡ് സെൻസിറ്റിവിറ്റി ടെസ്റ്റിനുള്ളതാണെങ്കിൽ സ്റ്റെറൈൽ കണ്ടെയ്നേഴ്സിലാണ് നമ്മൾ ആ സ്പെസിമെൻ കളക്ട് ചെയ്യുന്നത്. അതായത് ഈ കണ്ടെയ്നർ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് യാതൊരു കാരണവശാലും അറിയാതെ പോലും നമ്മുടെ കൈ അതിന്റെ ഉൾഭാഗത്ത് സ്പർശിക്കാൻ പാടില്ല. കാരണം കണ്ടെയ്നറിന്റെ ഇൻസൈഡും സ്റ്റെറൈൽ തന്നെയാണ്. അതിനകത്തേക്കാണ് കൾച്ചറിന് വേണ്ടിയിട്ടുള്ള സ്പെസിമെൻ കളക്ട് ചെയ്യേണ്ടത്. Preservatives should be added to the specimen if needed. ഉദാഹരണമായി 24-hour യൂറിൻ സ്പെസിമെൻ ഒക്കെയാണ് എടുക്കുന്നതെങ്കിൽ അതിനകത്തിരിക്കുന്ന സ്പെസിമെൻ ഡീകമ്പോസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്യേണ്ടതുണ്ട്. All specimen should be labeled at the time of collection. എല്ലാ സ്പെസിമെനും കളക്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ലേബൽ ചെയ്യണം. ലേബൽ ചെയ്യാനായിട്ട് കഴിയുന്നതും ബോൾ പോയിന്റ് പെൻ യൂസ് ചെയ്താണ് ലേബൽ ചെയ്യേണ്ടത്. ഒരു ലേബിളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സ്പെസിമെൻ ലേബൽ ചെയ്യുമ്പോൾ മിനിമം എന്തൊക്കെ കാര്യങ്ങൾ ആ ലേബിളിനകത്ത് ഉണ്ടാവണം എന്നുള്ളതാണ്. നെയിം ഓഫ് ക്ലൈന്റ്, ഏജ്, സെക്സ്, ബെഡ് നമ്പർ, വാർഡ് നമ്പർ, IP or OP നമ്പർ, നെയിം ഓഫ് സ്പെസിമെൻ, നേച്ചർ ഓഫ് ടെസ്റ്റ് ആൻഡ് ഡേറ്റ് ഓഫ് കളക്ഷൻ. ഇത്രയും കാര്യം മിനിമം ഉണ്ടായിരിക്കണം. ഇതൊരു ബോൾ പോയിന്റ് പെൻ ഉപയോഗിച്ച് ഫില്ല് ചെയ്തതിന് ശേഷം ആ സ്പെസിമെൻ കണ്ടെയ്നറിന്റെ പുറത്ത് നമ്മൾ ഒട്ടിക്കും. അടുത്തതായി യൂറിൻ സ്പെസിമെൻ. യൂറിൻ സ്പെസിമെൻ കളക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫെമിലറൈസ് ചെയ്യേണ്ട 4 ടേംസ് ആണിത്. സിംഗിൾ യൂറിൻ സ്പെസിമെൻ, മിഡ് സ്ട്രീം യൂറിൻ സ്പെസിമെൻ, 24-hour യൂറിൻ സ്പെസിമെൻ ആൻഡ് സ്പെസിമെൻ ഫ്രം അൺകോൺഷ്യസ് പേഷ്യൻസ്. ഈ സ്പെസിമെൻസ് ഒക്കെ എങ്ങനെയാണ് കളക്ട് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. സിംഗിൾ യൂറിൻ സ്പെസിമെൻ, ഇത് സാധാരണ മോർണിംഗ് സ്പെസിമെൻ ആണ് സിംഗിൾ യൂറിൻ സ്പെസിമെനായി എടുക്കുന്നത്. ഇതൊരു ക്ലീൻ സ്പെസിമെൻ ആണ്. റിക്വയർഡ് എമൗണ്ട് ഓഫ് യൂറിൻ കളക്ട് ചെയ്യുന്നു. തലേദിവസം വൈകിട്ട് തന്നെ പേഷ്യന്റിന്റെ കയ്യിൽ ഇതുപോലുള്ള കണ്ടെയ്നേഴ്സ് നമ്മൾ ഏൽപ്പിക്കുകയും എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് പറയുകയും ചെയ്യുന്നു. അതനുസരിച്ച് രാവിലെ പാസ് ചെയ്യുന്ന യൂറിൻ അവർ സ്പെസിമെൻ ആയിട്ട് എടുത്തു തരും. The next is midstream urine specimen. നമ്മൾ സാധാരണയായി യൂറിൻ സ്പെസിമെൻ കളക്ട് ചെയ്യുമ്പോൾ റാൻഡമായിട്ട് കളക്ട് ചെയ്യുന്ന യൂറിൻ സ്പെസിമെൻ എല്ലാം മിഡ് സ്ട്രീം യൂറിൻ സ്പെസിമെൻ ആയിട്ടാണ് കളക്ട് ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം. യൂറിനേറ്റ് ചെയ്യാൻ തുടങ്ങുന്ന സമയം, അതായത് ആദ്യം ഫ്ലഷ് ചെയ്യുന്ന യൂറിൻ, യുറീത്രയിൽ ഉണ്ടായിരിക്കുന്ന മൈക്രോ ഓർഗാനിസംസ് എല്ലാം ഫ്ലഷ് ചെയ്താണ് പുറത്തേക്ക് വരുന്നത്. അതിനാൽ ആ യൂറിൻ നമ്മൾ സ്പെസിമെൻ ആയിട്ട് എടുക്കില്ല. അത് യൂറിനേറ്റ് ചെയ്യും. വോയിഡ് ചെയ്തതിന് ശേഷം യൂറിനേഷൻ പ്രോസസ് ഇടയ്ക്കൊന്ന് നമ്മൾ സ്റ്റോപ്പ് ചെയ്യും. അതിനുശേഷം വരുന്നതാണ് മിഡ് സ്ട്രീം യൂറിൻ. അത് നമ്മുടെ റിക്വയർഡ് സ്പെസിമെൻ കണ്ടെയ്നറിലേക്ക് യൂറിനേറ്റ് ചെയ്യും. ആവശ്യമുള്ള എമൗണ്ട് ഓഫ് യൂറിൻ മാത്രം അതിനകത്തേക്ക് വോയിഡ് ചെയ്തതിന് ശേഷം ബാക്കി യൂറിൻ നമ്മൾ പാസ് ചെയ്ത് കളയുന്നു. സാധാരണ ഏത് ടൈപ്പ് സ്പെസിമെൻ ആണെങ്കിലും നമ്മൾ മിഡ് സ്ട്രീം യൂറിൻ ആണ് പ്രിഫർ ചെയ്യുന്നത്. കാരണം മൈക്രോ ഓർഗാനിസംസ് അതിൽ പ്രസന്റ് ആയിരിക്കില്ല. അത് തന്നെയാണ് അതിന്റെ കാരണം. The next is 24-hour യൂറിൻ സ്പെസിമെൻ. അതായത് 24 മണിക്കൂർ
രോഗി വോയിഡ് ചെയ്യുന്ന മൊത്തം യൂറിൻ കളക്ട് ചെയ്ത് ചെയ്യുന്ന ടെസ്റ്റാണിത്. യൂറിൻ ഡീകമ്പോസ് ചെയ്യാതിരിക്കാനായിട്ട് ഈ സ്പെസിമെൻ കണ്ടെയ്നറിൽ പ്രത്യേകം ചില പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്യണം. ഒരു ദിവസം രാവിലെ 6 മണി മുതൽ അടുത്ത ദിവസം രാവിലെ 6 മണി വരെയാണ് 24 മണിക്കൂറായി കണക്കാക്കുന്നത്. തുടങ്ങുന്ന ദിവസം രാവിലെ 6 മണിക്ക് യൂറിനേറ്റ് ചെയ്ത് ആ യൂറിൻ ഡിസ്കാർഡ് ചെയ്യുക, അതങ്ങ് കളയുക. അതിനുശേഷം യൂറിനേറ്റ് ചെയ്യുമ്പോഴെല്ലാം അത് മെഷർ ചെയ്ത് നമ്മുടെ യൂറിൻ സ്പെസിമെൻ കണ്ടെയ്നറിലേക്ക് മാറ്റുക. പിറ്റേ ദിവസം രാവിലെ 6 മണിക്കും വോയിഡ് ചെയ്ത് ആ യൂറിൻ ഉൾപ്പെടെ ഈ കണ്ടെയ്നറിലേക്ക് മാറ്റുക. അങ്ങനെയാണ് 24 hour യൂറിൻ സ്പെസിമെൻ കളക്ട് ചെയ്യുന്നത്. ഇത് കളക്ട് ചെയ്യുന്നതിന് മുമ്പ് രോഗിക്ക് വ്യക്തമായ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കണം. ഇല്ലെങ്കിൽ ആ 6 മണി മുതൽ 6 മണി വരെ എന്ന് പറയുന്ന സമയം കറക്റ്റ് ആയിട്ടുള്ള എമൗണ്ട് ഓഫ് യൂറിൻ ആയിരിക്കില്ല നമുക്ക് കിട്ടുന്നത്. അടുത്തത് സ്പെസിമെൻ ഫ്രം അൺകോൺഷ്യസ് പേഷ്യന്റ്. അതായത് അബോധാവസ്ഥയിലുള്ള ഒരു പേഷ്യന്റിന്റെ കയ്യിൽ നിന്നും നമ്മൾ എങ്ങനെയാണ് യൂറിൻ കളക്ട് ചെയ്യുന്നത്. ഇഫ് ഇറ്റ് ഈസ് എ മെയിൽ പേഷ്യന്റ്, അതൊരു പുരുഷനായിട്ടുള്ള രോഗിയാണെന്നുണ്ടെങ്കിൽ ഒരു വൈഡ് മൗത്ത് ആയിട്ടുള്ള ടെസ്റ്റ് ട്യൂബോ സിറിഞ്ചിന്റെ ബാരലോ, നിങ്ങൾക്ക് അറിയാലോ സിറിഞ്ചും സിറിഞ്ചിന്റെ ബാരലും അറിയാം, അതിന്റെ ഒരെൻഡില് ഒരു റബ്ബർ ട്യൂബിങ് കണക്ട് ചെയ്ത് മറ്റേ എൻഡ് നമ്മൾ യൂറിൻ കളക്ടറിലേക്ക് വെക്കും. ഓക്കെ, സ്പെസിമെൻ കണ്ടെയ്നറിലേക്ക് വെക്കും. അങ്ങനെയാണ് മെയിൽ പേഷ്യൻസിന്റെ നിന്ന് കളക്ട് ചെയ്യുന്നത്. അതേസമയം ഇത് ഫീമെയിൽ പേഷ്യൻസിന്റെ കയ്യിൽ നിന്നാണ് കളക്ട് ചെയ്യുന്നതെങ്കിൽ ഒരു വൈഡ് മൗത്ത് കണ്ടെയ്നർ അല്ലെങ്കിൽ യൂഷ്വലി ഒരു ഫണൽ ഷേപ്ഡ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നർ ആണ് വെക്കുന്നത്. അതിന്റെ ഒരെൻഡ്, ആ ഫണൽ ഷേപ്പിന്റെ ഒരറ്റത്ത് ഒരെൻഡ് റബ്ബർ ട്യൂബിങ് കാണും. ആ റബ്ബർ ട്യൂബിങ്ങിന്റെ മറ്റേ അറ്റം നമ്മുടെ സ്പെസിമെൻ കണ്ടെയ്നറിലും ആയിരിക്കും. എന്നിട്ട് ഇതൊരു ടീ ബൈൻഡർ ഉപയോഗിച്ച് പെൽവിസിന് ചുറ്റും ടൈ ചെയ്ത് വെക്കും, കെട്ടിവെക്കും. അല്ലെങ്കിൽ അത് അവിടുന്ന് മിസ്പ്ലേസ്ഡ് ആയി പോകും. ഇങ്ങനെയാണ് സ്ത്രീകളിൽ അബോധാവസ്ഥയിലായിട്ടുള്ള പേഷ്യൻസിൽ നിന്നും നമ്മൾ സ്പെസിമെൻ കളക്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. കോമൺ ആയിട്ട് യൂറിൻ ഈ 4 രീതിയിലാണ് സാധാരണ വാർഡുകളിൽ നമ്മൾ കളക്ട് ചെയ്യുന്നത്. സിംഗിൾ യൂറിൻ സ്പെസിമെൻ, മിഡ് സ്ട്രീം യൂറിൻ സ്പെസിമെൻ, 24 hour യൂറിൻ സ്പെസിമെൻ ആൻഡ് സ്പെസിമെൻ ഫ്രം അൺകോൺഷ്യസ് പേഷ്യൻസ്. അടുത്തതായി സ്പ്യൂട്ടം കളക്ഷൻ. സ്പ്യൂട്ടം അഥവാ കഫം, ഇതെങ്ങനെയാണ് കളക്ട് ചെയ്യുന്നത്? വാട്ടർ പ്രൂഫ് ഡിസ്പോസിബിൾ വൈഡ് മൗത്ത് കണ്ടെയ്നേഴ്സ് ആർ യൂസ്ഡ്. സാധാരണയായി വാട്ടർ പ്രൂഫ് ഡിസ്പോസിബിൾ ആയിട്ടുള്ള വൈഡ് മൗത്ത് കണ്ടെയ്നേഴ്സ്, അതായത് രോഗി ഇതിനകത്തേക്ക് സ്പ്യൂട്ടം തുപ്പുന്ന സമയത്ത് അതിന്റെ സൈഡിലെങ്ങും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വൈഡ് മൗത്ത് ആയിട്ടുള്ള കണ്ടെയ്നേഴ്സ് യൂസ് ചെയ്യുന്നത്. കളക്ട് സ്പെസിമെൻ ഇൻ ദ മോർണിംഗ് ബിഫോർ ബ്രഷിംഗ് ടീത്ത്. രാവിലെ പല്ല് തേക്കുന്നതിന് മുമ്പായിട്ടാണ് സ്പ്യൂട്ടം സ്പെസിമെൻ കളക്ട് ചെയ്യുന്നത്. അതായത് വായ വെറുതെ പ്ലെയിൻ വെള്ളം ഉപയോഗിച്ച് കഴുകിയതിന് ശേഷം, വെറും പച്ചവെള്ളം ഉപയോഗിച്ച് കഴുകിയതിന് ശേഷം ആണ് ഈ സ്പെസിമെൻ എടുക്കുന്നത്. The secretion should be raised by coughing and not by expectorating or spitting. നല്ലവണ്ണം ഉള്ളിൽ നിന്നുള്ള കഫമാണ് വരേണ്ടത്. അത് നല്ലവണ്ണം ചുമച്ച് പുറത്തേക്ക് എടുത്താണ് ഈ കണ്ടെയ്നറിലേക്ക് തുപ്പേണ്ടത്. അല്ലാതെ വെറുതെ സ്പിറ്റ് ചെയ്യുക, തുപ്പുന്ന അങ്ങനെ തുപ്പി അതിനകത്തേക്ക് ഇടുകയല്ല ചെയ്യേണ്ടത്. ചുമച്ച് അകത്തു നിന്നുള്ള കഫമാണ് പുറത്തേക്ക് എടുക്കേണ്ടത്. ഓക്കെ, അടുത്തത് സ്റ്റൂൾ സ്പെസിമെൻ. സ്റ്റൂൾ സ്പെസിമെനും വാട്ടർ പ്രൂഫ് ഡിസ്പോസിബിൾ വൈഡ് മൗത്ത് കണ്ടെയ്നേഴ്സ് ആർ യൂസ്ഡ്. വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള ഡിസ്പോസിബിൾ ആയിട്ടുള്ള കണ്ടെയ്നേഴ്സ് ആണ് ഇതിനും യൂസ് ചെയ്യുന്നത്. എ സ്റ്റിക്ക് ഓർ സ്പാറ്റുല ഈസ് യൂസ് ടു കളക്ട് സ്പെസിമെൻ. നിങ്ങൾക്ക് കാണാം, ഇവിടെ കണ്ടോ, ഈ കണ്ടെയ്നറിന്റെ പുറത്തുള്ള അടപ്പിൽ തന്നെ ഒരു ചെറിയൊരു സ്പാറ്റുലയുണ്ട്, ഒരു സ്പൂൺ ഷേപ്ഡ് ഉള്ള ഒരു സ്പാറ്റുലയുണ്ട്. ഈ സ്പാറ്റുല യൂസ് ചെയ്താണ് നമ്മൾ സ്റ്റൂൾ ഇതിനകത്തേക്ക് എടുക്കുന്നത്. സ്പെസിമെൻ ഷുഡ് നോട്ട് കണ്ടെയ്ൻ യൂറിൻ ഓർ വാട്ടർ. യൂറിനോ മൂത്രമോ വെള്ളമോ ഒന്നും ഈ കണ്ടെയ്നറിനകത്തേക്ക് വരാൻ പാടില്ല. കാരണം അത് അതിന്റെ റിസൾട്ടിനെ ഓൾട്ടർ ചെയ്യും. യൂഷ്വലി സ്റ്റിക്ക് ഓർ സ്പാറ്റുല ഇത് ഈ കണ്ടെയ്നറിന്റെ കവറിന്റെ പുറത്ത് തന്നെ ഉണ്ട്, അടപ്പിൽ കൂടി തന്നെ ഉള്ളതാണ്. അത് യൂസ് ചെയ്താണ് ഈ സ്പെസിമെൻ നമ്മൾ എടുക്കുന്നത്. നെക്സ്റ്റ് ഈസ് ബ്ലഡ് സ്പെസിമെൻ. നിങ്ങൾക്കറിയാം, നമ്മൾ ഏറ്റവും കൂടുതൽ സ്പെസിമെൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് രക്തം പരിശോധിക്കുന്നതാണ്, അല്ലേ? ഏത് അസുഖത്തിനാണെങ്കിലും വളരെ സാധാരണയായി നമ്മൾ പരിശോധിക്കുന്നത് രക്തമാണ്. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ
ബ്ലഡ് സ്പെസിമെൻ കളക്ട് ചെയ്യുന്നത് സാധാരണ നഴ്സ് അല്ലെങ്കിൽ ലാബ് ടെക്നീഷ്യനാണ് ഈ സ്പെസിമെൻ കളക്ട് ചെയ്യുന്നത്. അപ്പോൾ രോഗിയെ എപ്പോഴും നമ്മൾ പ്രൊസീജിയർ എക്സ്പ്ലെയിൻ ചെയ്തു കൊടുക്കണം. എന്തൊക്കെ കാര്യങ്ങൾ അതിനു മുമ്പ് ചെയ്യണമെന്ന് നോക്കാം. എക്സ്പ്ലെയിൻ ദ പ്രൊസീജിയർ, മേക്ക് ദ ക്ലയന്റ് സീറ്റഡ് ഇൻ എ കംഫർട്ടബിൾ പൊസിഷൻ, യൂസ് അസെപ്റ്റിക് ടെക്നിക്സ് ആൻഡ് യൂസ് പ്രിസർവേറ്റീവ്സ് ഡിപ്പെൻഡിങ് ഓൺ ദ ടൈപ്പ് ഓഫ് ടെസ്റ്റ്. അതായത് രോഗിക്ക് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യം വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കണം. അവരെ കംഫർട്ടബിൾ ആയിട്ട് സീറ്റ് ചെയ്യിക്കണം. ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒന്ന് ഓർത്ത് നോക്കിയാൽ നമ്മൾ സാധാരണ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് അവർ നമ്മൾ കംഫർട്ടബിൾ ആയിട്ട് സീറ്റ് ചെയ്ത് കൈയൊക്കെ ഒരു സ്ഥലത്ത് റെസ്റ്റ് ചെയ്യിപ്പിച്ചിട്ടാണ് എടുക്കുന്നത്. അസെപ്റ്റിക് ടെക്നിക്സ്, കാരണം വെനി പങ്ക്ചർ ചെയ്യുവാണ്. അപ്പോൾ അസെപ്റ്റിക് ആയിട്ടുള്ള ടെക്നിക്സ്, അണുബാധ ഏൽക്കാതെ വളരെ മുൻകരുതലുകളൊക്കെ എടുത്താണ് ഇത് ചെയ്യുന്നത്. പ്രിസർവേറ്റീവ്സ് ഡിപ്പെൻഡിങ് ഓൺ ദ ടൈപ്പ് ഓഫ് ടെസ്റ്റ്. ഓരോ ബ്ലഡ് ടെസ്റ്റിനും അതിൻ്റെതായിട്ടുള്ള റിയേജൻസ് ഉണ്ട്. ഇപ്പൊ നിങ്ങൾക്കറിയാം, ഈ കാണുന്നത് പോലുള്ള റിയേജൻ ബോട്ടിൽസ് തന്നെയാണ് അവർ ഡയറക്റ്റ് ആയിട്ട് തന്നെയാണ് ബ്ലഡ് എടുക്കുന്നത്. പണ്ടൊക്കെ ആണെങ്കിൽ ബ്ലഡ് സിറിഞ്ചിൽ എടുത്തിട്ട് ഓരോരോ ബോട്ടിൽസിലേക്ക് മാറ്റുന്നത് നിങ്ങൾ കാണാറുണ്ട്. ഇപ്പൊ അങ്ങനെയല്ല എടുക്കുന്നത്. ഇപ്പൊ ഡയറക്റ്റ് ആയിട്ട് ആ ടെസ്റ്റ് ട്യൂബിലേക്ക് തന്നെയാണ് ബ്ലഡ് എടുക്കുന്നത്. ഇനി രക്തം പരിശോധിക്കുന്ന സമയം അതൊന്ന് ശ്രദ്ധിച്ചു നോക്കണം. ഓക്കെ, അപ്പോൾ കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന 4 സ്പെസിമെനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്. യൂറിൻ, സ്പ്യൂട്ടം, സ്റ്റൂൾ ആൻഡ് ബ്ലഡ്. ഇനി ഈ കളക്ട് ചെയ്ത് സ്പെസിമെൻ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത്, അതായത് കളക്ട് ചെയ്ത സ്ഥലത്ത് നിന്ന് ലബോറട്ടറിയിലേക്ക് എത്തിക്കുന്ന സമയം വരെയുള്ള സമയം നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നോക്കാം. സ്പെസിമെൻ ഷുഡ് ബി സെൻഡ് ടു ദ ലബോറട്ടറി ആസ് സൂൺ ആസ് ഇറ്റ് ഈസ് കളക്റ്റഡ്. കളക്ട് ചെയ്താൽ എത്രയും പെട്ടെന്ന് അത് ലബോറട്ടറിയിൽ എത്തിക്കണം. കാലതാമസം പാടില്ല. അഥവാ ഉടനെ തന്നെ എത്തിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ആ സ്പെസിമെൻ നമ്മൾ റെഫ്രിജറേറ്റ് ചെയ്യണം. അതിൻ്റെ റിക്വയർഡ് ടെമ്പറേച്ചറിൽ റെഫ്രിജറേറ്റ് ചെയ്തതിന് ശേഷം ലബോറട്ടറിയിലേക്ക് മാറ്റാവുന്നതാണ്. റെഫ്രിജറേറ്റ് ദ സാമ്പിൾ ഇൻ കേസ് ഓഫ് ഡിലേ ഇൻ ട്രാൻസ്പോർട്ടിംഗ്. ട്രാൻസ്പോർട്ടിങ്ങിൽ ഡിലേ ഉണ്ടെങ്കിൽ, കാലതാമസം ഉണ്ടെങ്കിൽ റെഫ്രിജറേറ്റ് ചെയ്യണം സാമ്പിളിനെ. സെൻഡ് ദ സ്പെസിമെൻ വിത്ത് റിക്വസിഷൻ ഫോം ഡ്യൂലി ഫിൽഡ് ആൻഡ് സൈൻഡ്. ഓരോ സ്പെസിമെന്റെ കൂടെയും ഒരു റിക്വസിഷൻ ഫോം ഉണ്ട്. അതായത് ആ ഡോക്ടർ നമ്മൾ നേരത്തെ ലേബൽ ചെയ്യുന്നത് കണ്ടു, സ്പെസിമെൻ ലേബൽ ചെയ്യുന്നത്, അതിൽ പറഞ്ഞിരിക്കുന്ന ഐഡന്റിഫിക്കേഷൻ ഡേറ്റ, അതുപോലുള്ള ഡീറ്റെയിൽസ് എല്ലാം, ഏത് ടൈപ്പ് ടെസ്റ്റ് ആണ്, ഇത് എന്ത് രോഗിയാണ്, എന്താണ് അവരുടെ പ്രശ്നം, ഏതൊക്കെ ടെസ്റ്റ് ആണ് ചെയ്യേണ്ടത്, ഈ വക കാര്യങ്ങളൊക്കെ കാണിച്ച് എഴുതുന്ന ഒരു ഫോമാണ് റിക്വസിഷൻ ഫോം. അത് നല്ലോണം ഫില്ല് ചെയ്ത് ഡ്യൂലി സൈൻ ചെയ്ത് ഈ സ്പെസിമെന്റെ കൂടെ ലബോറട്ടറിയിലേക്ക് കൊണ്ടുപോയിരിക്കണം. ഹൈ റിസ്ക് സ്പെസിമെൻ ഷുഡ് ബി ട്രാൻസ്ഫേർഡ് ഇൻ ബയോഹസാർഡ് ബാഗ്. ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ തന്നെ കണ്ടോ, ബയോഹസാർഡ് സിമ്പിൾ ആണ്, അതുള്ള പ്ലാസ്റ്റിക് ബാഗ്സ് ആണ്. ഈ ബാഗിനകത്ത് വെച്ച് വേണം ഹൈ റിസ്ക് സ്പെസിമെൻ, അതായത് ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള സ്പെസിമെൻ ആണെന്നുണ്ടെങ്കിൽ കൊണ്ടുപോകാൻ. അതുപോലെ തന്നെ ഹൈ റിസ്ക് സ്പെസിമെൻ ബയോഹസാർഡസ് ബാഗ് യൂസ് ചെയ്യുന്നതോടൊപ്പം തന്നെ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് ഉപയോഗിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഈ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചതിൽ കളക്ഷൻ ഓഫ് സ്പെസിമെൻ ആൻഡ് ട്രാൻസ്പോർട്ടിംഗ് സ്പെസിമെൻ, ഈ കാര്യത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് നമ്മൾ പഠിച്ചത് പ്രധാനമായിട്ടും സ്പെസിമെൻ കളക്ഷനെ കുറിച്ചാണ്. സ്പെസിമെൻ കളക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, ഏതൊക്കെ തരം സ്പെസിമെൻ ആണ് കളക്ട് ചെയ്യുന്നത്, കളക്ട് ചെയ്യുന്ന സമയത്തും ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്തും നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. അത് ഒന്നുകൂടെ റീഇൻഫോഴ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു അസൈൻമെന്റ് ഉണ്ട്. സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ് ടു ബി ടേക്കൺ വൈൽ ഹാൻഡ്ലിംഗ് ബയോഹസാർഡ് സ്പെസിമെൻ. ബയോഹസാർഡ് സ്പെസിമെൻ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ എടുക്കേണ്ട മുൻകരുതലുകൾ, അതാണ് സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ്. എന്തൊക്കെയാണ് അത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങളൊരു അസൈൻമെന്റ് ആയിട്ട് എഴുതണം. അസൈൻമെന്റ് എഴുതി വിതിൻ 7 days അത് സബ്മിറ്റ് ചെയ്യണം. അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീണ്ടും അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. താങ്ക് യു.